ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതേ രാവിലെ ഇത് 6 മണിയായ സമയമാണ് കേട്ടോ. 6 മണിക്കൊന്നും ഇപ്പം നേരമൊന്നും വെളുക്കത്തില്ല. അപ്പോൾ ഞാൻ 5 മണിക്ക് ഉറക്കം എണീച്ചു. പിന്നെ കിച്ചണിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 6 മണിയാകുമ്പോഴെങ്കിലും നമ്മൾ ഡോറ് ഫ്രണ്ടിൽ തുറന്നിടണമല്ലോ. അങ്ങനെ വന്ന് ഞാൻ ഡോറ് തുറന്ന് തന്നു കേട്ടോ. 6 മണിയായിട്ടും നേരമൊന്നും വെളുത്തിട്ടില്ല, പ്രകാശമൊന്നും വന്നിട്ടില്ല. നമ്മുടെ സൂര്യൻ എന്തോ പണിയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനിതാ പതിയെ ഡോറൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്നു. അത്യാവശ്യം രാവിലെ എണീച്ച് വരുമ്പോൾ നല്ല തണുപ്പും നമ്മുടെ കാക്കയും കുയിലും ഒക്കെയുള്ള സൗണ്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ ഡോറ് തുറന്നിട്ട് ഗേറ്റൊന്നും തുറന്നില്ല കേട്ടോ. ഗേറ്റൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഗേറ്റൊക്കെ തുറന്നിടുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ കിച്ചണിലോട്ട് പോയി പണികളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്ന ഇതിന് ഒരുപാട് താങ്ക്സ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. പുതുതായി വരുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുതേ. അപ്പോൾ രാവിലെ കാപ്പിക്ക് പയർ കറിയാണെന്ന് കേട്ടോ. പയർ കറി ദോശയും പയർ കറിയാണ്. പയർ കറി വെച്ച് കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം. രാവിലെ നമുക്ക് എടുക്കാം, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും ഒക്കെ ഇത് നല്ലതാണ്, നല്ല ഹെൽത്തിയാണ്. പക്ഷേ ഇവിടെ പിള്ളേർ കഴിക്കത്തില്ല, അതുകൊണ്ട് പിള്ളേർക്ക് വേറെ കറി നോക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് മീൻ രാവിലെ തന്നെ കിട്ടിയായിരുന്നു, അയല മീനായിരുന്നു കേട്ടോ. അത് 3 എണ്ണമാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എല്ലായിടത്തും മുറ്റമൊക്കെ അടിച്ച് വാരി കേട്ടോ. ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡെല്ലാം അടിച്ച് വാരി നമ്മുടെ ഇലകളൊക്കെ കൂടി അങ്ങ് കൂട്ടി കത്തിച്ചു കേട്ടോ. രാവിലെ തന്നെ അങ്ങ് കത്തിച്ച് അവിടെയെല്ലാം വൃത്തിയാക്കി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ നമ്മുടെ മുറ്റത്തോട്ട് വന്ന് മുറ്റമെല്ലാം അടിച്ച് വൃത്തിയാക്കി നീറ്റാക്കി ഉണ്ടല്ലേ. ഇപ്പം നല്ല നമ്മുടെ സൂര്യനൊക്കെ വന്ന് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല പ്രകാശമൊക്കെ ആയിട്ട് നല്ല പൊടിയും കാര്യങ്ങളാണ് കേട്ടോ. വെയിലൊന്നുമില്ല. റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് നല്ല പൊടിയാണ്. അപ്പോൾ എല്ലായിടത്തും വെള്ളമൊക്കെ കൂടെ അടിച്ചിട്ട് കേട്ടോ, മുറ്റത്തും റോഡിലൊക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഇതാ നല്ലതുപോലെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. നമ്മളിനി ഇതിൽ അരപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വളരെ എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റുമാണ്, അതേസമയം നല്ല ഹെൽത്തിയുമാണ്. ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറി നോക്കണ്ട, ഈ കറി തന്നെ മതിയാവും കേട്ടോ. പിള്ളേർ കഴിക്കത്തില്ല പയർ, അത് കഴിഞ്ഞ് പിള്ളേർക്ക് കടലയാണ് കേട്ടോ. കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പണികളുടെ ഇടയിൽ കൂടെയൊക്കെ നിന്നു കടല വേവിച്ചപ്പോൾ കടല വിസിൽ എത്ര അടിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി കേട്ടോ. അങ്ങനെ വീണ്ടും കടല ഒരിക്കൽ കൂടി വേവിക്കേണ്ടി വന്നു നമ്മൾ. അപ്പോൾ നമ്മുടെ കറി, നമ്മുടെ പയർ കറി അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് നമ്മൾ നല്ലതുപോലെ കുറുകിയ പരുവത്തിനാക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. നല്ല ടേസ്റ്റുമാണ്, നല്ല സൂപ്പറാണ് കേട്ടോ കറി. ഇതിനെ തിളപ്പിച്ചൊന്ന് വറ്റിച്ച് എടുത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കാനും മറന്നു പോരുതേ. ഇത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പാചകമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. കുറേ ദിവസമായി ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ കുറച്ചായിട്ടുള്ളതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ട് എല്ലാം കൂടി ഇന്ന് സമയം കിട്ടിയപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിൽ ഞാനൊരു തക്കാളി കൂടി ഇട്ടിട്ടുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ചുവന്ന കളറ് കാണുന്നത് കേട്ടോ. ഉള്ളി വഴറ്റിയ കൂട്ടത്ത് തക്കാളി കൂടെ ഒന്ന് വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞാണ് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പയർ ആഡ് ചെയ്ത് കൊടുത്തു. അവസാനമായിട്ടാണ് ചായ വെക്കുന്നത് കേട്ടോ. ചായ അവസാനം ഇടുള്ളൂ. രാവിലെ കഴിച്ച പാടെ തന്നെ നമ്മൾ കട്ടനിട്ട് കുടിക്കും കേട്ടോ. ചായ അവസാനം ഇടുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേർ കഴിച്ച് വരുമ്പോഴത്തേക്ക് ചൂടായിട്ട് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ വീണ്ടും ചായ നമ്മൾ ചൂടാക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചായ അല്ലാതെ തിളച്ചിട്ടുണ്ട്. ചായ ഒഴിച്ച് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശയൊക്കെ ചൂടണം കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്, എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയമാകുമ്പോൾ ഞാൻ ഉണ്ടാക്കണ ദോശയൊക്കെ എനിക്കിങ്ങനെ ഒരു പെർഫെക്ഷൻ കിട്ടാത്തത് പോലെ ഇരിക്കും കേട്ടോ. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. അല്ലാതെ അപ്പോൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചായ നമുക്ക് അടിച്ചൊഴിച്ച് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. രാവിലെ കുറച്ച് തിരക്കാണ്. പിള്ളേർ സ്കൂളിൽ പോകുന്നവരെ കുറച്ച് നേരം ഇങ്ങനെ ധൃതി പിടിച്ച പണികളും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഫോണിഞ്ഞുകൊണ്ടിരിക്കലാണ് പണി കേട്ടോ. ഇത് കണ്ടില്ല, ഞാൻ ഈ ദോശയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ.
ഇതുണ്ട് നന്നായിട്ട് ഉണ്ടായിരിക്കും. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയങ്ങളിൽ എനിക്ക് എത്ര ദോശ മറിച്ചിട്ടാലും ഇങ്ങനെയെല്ലാം കൂടി കുത്തിപ്പൊളിഞ്ഞ അവസ്ഥയിലാവും കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥയിലായി പോകും എൻ്റെ ദോശയൊക്കെ. എന്നാലും ഞാൻ പരിശ്രമിച്ച് സൂപ്പറായിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി. കണ്ടില്ല, ബാക്കിയൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എടുത്ത ദോശ മാത്രം ഇങ്ങനെ ആയിപ്പോയി. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണെന്നും അറിയില്ല. അപ്പോൾ അതേ മാവിൻ്റെ 2 ദോശക്കുള്ള മാവേ ഉള്ളൂ. അപ്പോൾ പിള്ളേർക്കുള്ള കടലയാണ് കേട്ടോ. കടല ഞാൻ എത്ര വിസിലടിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി കേട്ടോ. അതുകൊണ്ട് കടല വിസിലെണ്ണം കുറഞ്ഞു പോയെന്ന് തോന്നുന്നു കേട്ടോ. നന്നായിട്ട് വെന്തില്ല. നന്നായിട്ട് വേവിക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കത്തില്ല. വേവിച്ച് കുറച്ച് ഉടച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ പണി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു വെറൈറ്റി ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വാഴയ്ക്കയാണ്. ഏത്തൻ വാഴയ്ക്കയല്ല, വേറൊരു വാഴയ്ക്കയാണ്. ഇതിൻ്റെ പേര് എന്തോ ഒരു വാഴയ്ക്കയാണ് കേട്ടോ. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തൊരു 2 പച്ചമുളക്, ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചു കേട്ടോ. വേഗം തന്നെ വെന്ത് കിട്ടും കേട്ടോ നമ്മുടെ ഈ വാഴയ്ക്ക. അപ്പം നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കാം. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് വേവട്ടെ. നല്ലൊരു വെറൈറ്റി ഇതൊരു അവിയലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിയൽ തോരൻ ആ ഒരു ഇതാണ് കേട്ടോ. ഏത് പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാനിതിനോട്ട് തേങ്ങ ആവശ്യമാണ്. അപ്പോൾ കുറച്ചൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇത് നല്ലതുപോലെ ഉടച്ചെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഉടച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ട് ഉടഞ്ഞ പരുവത്തിനായി കിട്ടണം കേട്ടോ. കുത്തി നമുക്ക് അങ്ങോട്ട് ഉടച്ചു കൊടുക്കാം. ഈ മുളകും കൂടെ ഇട്ടൊക്കെ വേവിക്കുന്നത് കൊണ്ട് മുളകിൻ്റെ നല്ല എരിവും സത്വമൊക്കെ അതിൽ പിടിച്ച് ഇറങ്ങി വരും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റെസിപ്പീനെ നമുക്ക് പപ്പട അവിയൽ എന്നൊക്കെ പറയാം കേട്ടോ. നമ്മളിതിൽ പപ്പടം ചേർക്കും കേട്ടോ. അപ്പം പപ്പടം കൂടെ വരുമ്പോൾ നല്ല കിടു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പപ്പട അവിയൽ എന്നൊക്കെ ഇതിന് പേരിടാൻ വേണമെങ്കിൽ കായ പപ്പട അവിയൽ അങ്ങനെയൊക്കെ ഇടാം. എന്തെങ്കിലുമൊക്കെ ഇടാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമായിട്ടൊക്കെ അങ്ങ് കഴിക്കാം. അല്ല പിന്നെ നമ്മൾ പേരൊന്നും നോക്കണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്കൊക്കെ നമ്മളങ്ങ് കുക്ക് ചെയ്യുക, കഴിക്കുക. സൂപ്പറല്ലേ ഇതൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ ചതച്ചെടുക്കാം കേട്ടോ. തേങ്ങ ഒരല്പം ജീരകം, ആവശ്യത്തിന് ഒരല്പം മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. നമ്മുടെ അവിയലിനൊക്കെ നമ്മൾ ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയേ. പച്ചമുളക് ഇതിലിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് ഇട്ട് ചതച്ചെടുക്കാം. നമ്മുടെ തേങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ വേണേലും നമുക്ക് കഴിക്കാം കേട്ടോ. ഇതൊരു നമ്മുടെ ഒരു മെഴുക്ക് പുരട്ടിയിലേക്ക് ഒരു പരുവത്തിനുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉണ്ടല്ല, നമ്മുടെ ഈ കപ്പയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടല്ലോ, കാണുമ്പോൾ കപ്പ പുഴുക്ക് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ആക്കി റെഡിയാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കടുക് താളിക്കാനുണ്ട്. കടുക് താളിക്കാൻ മീൻസ് നമ്മുടെ പപ്പടം കാച്ചിയെടുക്കണം കേട്ടോ. പപ്പടം കാച്ചാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കുക. ഒരു 7-8 പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എത്ര പപ്പടം ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പപ്പടം. ഇതിനകത്തിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വറുത്ത് കോരിയിട്ട് ഈ ഓയിൽ തന്നെയാണ് ഞാൻ കടുക് താളിക്കാനും, ആ ഓയിൽ നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ചിട്ട് വറുത്തെടുത്ത പപ്പടം നമ്മൾ അതിലോട്ടിട്ട് കൊടുത്തിട്ട് ഈ ഓയിൽ തന്നെയാണ് ഇതിലൊഴിച്ച് കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കട്ടെ. ഈ പപ്പടമൊക്കെ നന്നായിട്ട് പൊടിച്ച് അതിലോട്ട് ചേർക്കണം. അപ്പോഴാണ് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സിമ്പിളാണ്, അതേസമയം നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പപ്പട ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരിതാണ്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വന്നു. പക്ഷേ നമ്മളിതിൽ കായ കൂടെ ചേർത്തിട്ടുണ്ട്, നമ്മുടെ വാഴയ്ക്ക കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് കണ്ടില്ല, എല്ലാ പപ്പടവും വറുത്ത് ഊരി നമ്മളെടുക്കുന്നു, അതിലോട്ടിടുന്നു, എല്ലാം കൂടി മിക്സ് ചെയ്യുന്നു, കുത്തിപ്പൊടിച്ചെടുക്കുന്നു. ഈസി ടേസ്റ്റി സിമ്പിൾ റെസിപ്പി. ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഇത് ഇപ്പം നമ്മൾ ചതച്ചെടുത്ത് വെച്ച തേങ്ങ നമ്മുടെ ഈ പപ്പടം പൊടിച്ചെടുത്തിട്ട് ഈ പപ്പടത്തിൽ കൂടെ തേങ്ങയിട്ട് മിക്സ് ചെയ്തെടുത്താലും നമ്മുടെ പപ്പട തോരനാവും കേട്ടോ. നമ്മളെല്ലാം അതുപോലെ വറുത്ത് ഞാൻ അവസാനത്തെ ഓയിൽ സഹിതം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഞങ്ങൾ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. നന്നായിട്ട് പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ. നല്ല പപ്പടം എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് വാഴയ്ക്കയുടെ കൂടെയൊക്കെ അങ്ങ് ചേർന്ന് ഇതാവണം. അപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടും. കാണാനൊരു ഗുമ്മില്ലെങ്കിലും നല്ല കിടു ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. കാണുമ്പോൾ ഒരു മാതിരി ഒക്കെ ഉണ്ടെങ്കിലും നല്ല സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടാവും. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ചിക്കി പൊടിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ പപ്പടത്തിൻ്റെയൊക്കെ അങ്ങനെ കുത്തി പൊടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ.
കുത്തിപ്പൊടിച്ചെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആഹാ എന്തായി നമ്മുടെ റെസിപ്പി ഇതാ തയ്യാർ. അപ്പോൾ ഗൈസ് ഇത്ര സമയം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ചങ്കും മുത്തുമണികൾക്കും ഒരുപാട് സ്നേഹം. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ലൈക്ക് ചെയ്യാൻ മറന്നുപോയില്ലല്ലോ കൂട്ടുകാരെ, ലൈക്ക് ചെയ്യാൻ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ കമൻറ്റ് ചൂട് അറിയിക്കാൻ മറന്നു പോരുതേ. അതെ, നമുക്ക് അടുത്തൊരു കിടുക്കാച്ചി പുതുപുത്തൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ സ്വന്തം മുത്തുമണി വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.